നമസ്കാരം. ഒരു കഥ ചൊല്ലട്ടുമാ, ഒരു കഥ പറയട്ടെ. ഒരു കാട്ടിലെ ഒരു മാനുണ്ടായിരുന്നു. പ്രസവവേദനയുമായി നിൽക്കുന്ന ഒരു മാന്, ഗർഭമുള്ള ഒരു മാന് പ്രസവവേദന നിൽക്കുന്ന സമയത്ത് ഈ മാൻ ജീവിക്കുന്ന ഈ കാട്ടിലെ കാട്ടുതീ പടരുകയാണ്. അങ്ങനെ പിന്നിൽ നിന്നും കാട്ടുതീ വരുന്നത് കണ്ട് സ്വന്തം വീടിനെയും ഈ കാട്ടുതീ വിഴുങ്ങുമെന്നുള്ളത് കൊണ്ട് ഈ മാൻ ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഓടി എത്തിയത് ഒരു നദിക്കരയിലാണ് എന്നുള്ളതാണ്. ഈ നദിക്കരയിൽ നിന്നും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മാന് ദാഹിച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നദിയിലേക്ക് നോക്കുമ്പോൾ തൻ്റെ പ്രതിച്ഛായ കാണുന്നത്, സ്വന്തം പ്രതിച്ഛായ നോക്കുമ്പോൾ മാന് കാണാൻ സാധിക്കുന്നത് വെപ്രാളവും ടെൻഷനുമുള്ള തൻ്റെ മുഖം തന്നെയാണ്. ഇടത്തോടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ കാണുന്ന ഒരു വേട്ടക്കാരൻ തന്നെ വേട്ടയാടുന്നതിന് വേണ്ടി അമ്പും വില്ലുമായി നിൽക്കുന്നു മുന്നിൽ ഇടത്ത് ഭാഗത്ത്. അങ്ങനെ പേടിച്ച് എന്തായാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് വലത്തു ഭാഗത്തേക്ക് ഓടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴതാ ആ കുറ്റിക്കാട്ടിലൊരു സിംഹവും തന്നെ കൊന്നു തിന്നാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുന്ന ഒരു സിംഹവും ആ ഭാഗത്ത് കാണുകയാണ് ഈ മാന്. എല്ലാം കൊണ്ടും വിഷമം. മുന്നിലാണെങ്കിൽ പുഴയുണ്ട്. ആ പുഴയിൽ നിറച്ചും മുതലകളുണ്ട്. നീന്തി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ നിറച്ച് മുതലയാണ് ആ പുഴയ്ക്കുള്ളിലുള്ളത്. എന്തായാലും ഈ മാൻ കുടുങ്ങിയെന്ന് ഞാൻ മനസ്സിലായി. ഒരു രക്ഷയുമില്ല എന്ന് തോന്നിയ സമയത്ത് മുന്നിലാണെങ്കിൽ പുഴയും മുതലകളും, ബാക്കിലാണെങ്കിൽ കാട്ടുതീയും, വലത്തു ഭാഗത്താണെങ്കിൽ സിംഹവും, ഇടത്തു ഭാഗത്ത് തന്നെ വേട്ടയാടാൻ വേണ്ടി വരുന്ന ഈ വേട്ടക്കാരനുമാണ്. എന്തായാലും ഇനി രക്ഷയില്ല, ജീവിതം മരണം സുനിശ്ചിതമാണ് എന്ന് കണ്ട ഈ മാൻ എന്ത് ചെയ്തു? ഒന്നുകൂടി ധൈര്യം സംഭരിച്ചുകൊണ്ട് വെള്ളം കുടിച്ച് മരിക്കാലോ, എന്തായാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വീണ്ടും നദിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് വേട്ടക്കാരൻ ഇത് കണ്ട് വെള്ളം കുടിക്കുന്ന സമയമാണ് ഏറ്റവും ഉചിതമായ സമയം അമ്പ് ചെയ്യാനെന്നുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ശരം എടുത്തുകൊണ്ട് തൻ്റെ ഉറയിൽ നിന്ന് ശരം ഊരിക്കൊണ്ട് ഈ അമ്പ് ചെയ്യുന്നതിന് വേണ്ടി കറക്റ്റായിട്ട് ഉന്നം വെക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഇടിമഴയും ഉണ്ടായത്. ആ ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ഈ വേട്ടക്കാരൻ ഉന്നം പിഴക്കുകയും അതുപോലെ തന്നെ ഈ ശരം നേരെ ചെന്ന് തറച്ചത് അപ്പുറത്ത് തന്നെ കടിച്ചു തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സിംഹത്തിൻ്റെ ശരീരത്തിലായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന സിംഹം ഈ വേട്ടക്കാരനെ കാണുകയും വേട്ടക്കാരനെ പിടിക്കാൻ വേണ്ടി ഓടുകയുമാണ് ഉണ്ടായത്. ഇതുപോലത്തെ അവസരങ്ങളൊക്കെ നമുക്കുണ്ടാവും എപ്പോഴും. എല്ലാ ഭാഗവും അടഞ്ഞുകൊണ്ട് ചുറ്റും നമുക്കൊരു രക്ഷയുമില്ലാത്ത അവസരങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ മാൻ എന്ത് ചെയ്തു? ഈ ഇടിമിന്നലും മഴയും ഉണ്ടായ സമയത്ത് ഈ മഴ കാരണം സ്വന്തം കാട്ടുതീ അണയുകയും അങ്ങനെ കാട്ടിൽ നിന്നും തീ അണഞ്ഞു പോവുകയും അതുപോലെ തന്നെ സിംഹം വേട്ടക്കാരനെ പിന്നാലെ ഓടുകയും ചെയ്ത സമയത്ത് സുരക്ഷിതമായൊരു സ്ഥലത്ത് പോയിട്ട് ഈ മാന് പ്രസവിച്ചു. മൂന്ന് മാൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മാൻ അനുഭവിച്ച ടെൻഷനും വേദനയും ആ ധൈര്യമായിട്ട് കൊടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാന് എന്നുള്ളതാണ്. ആ പ്രതീക്ഷ തന്നെയാണ് നമുക്കും വേണ്ടത്. എത്ര കുടുങ്ങി നിൽക്കുന്ന സമയത്തും എത്ര വിഷമിച്ച് നിൽക്കുന്ന സമയത്തും പ്രതീക്ഷകൾ കൈവിടാതെ, ആ പ്രതീക്ഷകളാണ് എപ്പോഴും നമുക്ക് ധൈര്യം തരുന്നത് എന്നുള്ളതാണ്. ആ പ്രതീക്ഷ കൈവിടാതെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മൾ വിചാരിച്ചിടത്തേക്ക് നമുക്ക് എത്താനും കഴിയുമെന്നുള്ളതാണ്. ഏതെങ്കിലും വഴിക്ക് എന്തെങ്കിലും ഒരു ഓപ്പണിങ്സ് നമുക്ക് കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടേണ്ട. ഊർജ്ജവും ധൈര്യവും ഒരിക്കലും നഷ്ടപ്പെടരുത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ. ആ ധൈര്യം കയ്യിലെടുത്തുകൊണ്ട്, ആ ധൈര്യമാണ് പ്രതീക്ഷകളാകുന്നത്. ആ പ്രതീക്ഷയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, സ്നേഹം മാത്രം. താങ്ക് യു.